ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലും നിരന്തരമായി കനത്ത വ്യോമാക്രമണം നടത്തുന്ന ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു വലിയ പ്രസ്താവന എത്തിയിരിക്കുന്നു. ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് 25 ലോകരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർക്ക് ഒരു സന്ദേശം കൈമാറിയിരിക്കുന്നു. തങ്ങൾ വെടിനിർത്തലിന് തയ്യാറല്ല. ഇപ്പോൾ ഹിസ്ബുള്ള നിലവിലത്തെ സാഹചര്യത്തിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം തകർന്ന് മറ്റു രാജ്യങ്ങളുമായോ അല്ലെങ്കിൽ മറ്റു സംഘടനകളുമായോ ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇസ്രയേൽ അവരുടെ ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ എല്ലാം തകർത്ത് മുന്നേറുന്ന ഈ ഒരു സമയത്ത് തങ്ങൾ ഒരു വെടിനിർത്തലിന് തയ്യാറല്ല. ഈ ഹിസ്ബുള്ള തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നത് വരെ ഈ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് വ്യക്തമാക്കുന്നു. ഇതോടുകൂടി തന്നെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറാൻ ഇറങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിൽ സംജാതമായിരിക്കുന്നത്. കാരണം വലിയ രീതിയിൽ തന്നെ ഇറാൻ്റെ പ്രോക്സി സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് നേരെ വലിയ രീതിയിൽ ഉള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേൽ നടത്തുന്നത്. തങ്ങൾ വെടിനിർത്തൽ തയ്യാറല്ല എന്നുകൂടി വ്യക്തമാക്കുന്ന സാഹചര്യം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലെ വെടിനിർത്തലിൽ നിന്ന് പിന്മാറാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് യുദ്ധ വിദഗ്ധരും പറയുന്നു. കാരണം വലിയ മേൽക്കൈയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് മേൽ നേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തിരിക്കുന്നു. അവരുടെ ടവർ പൂർണ്ണമായി തകർത്തിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹിസ്ബുള്ളയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരു വെടിനിർത്തലിലൂടെ പിൻവാങ്ങിയാൽ അത് കൂടുതൽ ദോഷം ചെയ്യുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കി മുൻപോട്ട് എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.